ഓം നമോ ഭഗവതി വാസുദേവായ. ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 6-ാം അധ്യായം 22 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കുന്നു. ഹന്താസ്മിൻ ജന്മനി ഭവാന്ന മാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വകഷായാണാം ദുർദശോഹം കുയോഗിനാം സകൃദ്യദർശിതം രൂപമേതത് കാമായതേ നഖ മത്കാമശനകൈഃ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ സത്സേവയാ ദീർഘയാ തേ ജാതാ മയി ദൃഢാമതി ഹിത്വാ വദ്യമിമം ലോകം ഗന്ധാമജ്ജനതാമസി മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹിചിത് പ്രജാസർഗനിരോധേപി സ്മൃതിശ്ച മദനുഗ്രഹാത് ഏതാവതുക്തോപരരാമതന്മഹദ്ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദധേനുകമ്പിത നാമാന്യനന്ദസ്യ തത്ര പപ്പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാംഭര്യടം സ്തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര ഏവം കൃഷ്ണമതേർബ്രഹ്മന്നസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടിത്സൗദാമിനീ യഥാ പ്രയുജ്യമാനേ മയി താം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മനിർവാണോ ന്യപതത്പാഞ്ചഭൗതിക കൽപ്പാന്ത ഇതമാദായ ശയാനേംഭസ്യുതന്വത ശിശൈഷോരനുപ്രാണം വിവിശേന്തരഹം വിഭോ സഹസ്രയുഗപര്യന്ത ഉത്ഥായേതം സിസൃക്ഷത മരീചിമുഖ്യാർഷയ പ്രാണേഭ്യോഹം ചജ്ഞിരേ അന്തർബഹിശ്ച ലോകാൻ സ്ത്രീൻ പര്യേമ്യസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോരവിഘാതഗതി ക്വചിത് ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം പ്രഗായതസ്വവീര്യാണി തീർത്ഥപാദപ്രിയശ്രവാ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി ഏതധ്യാതുരചിത്താനാം മാത്രാസ്പർശേച്ഛയാ മുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം യമാദിഭിർയോഗപഥൈകാമലോഭഹതോ മുഹു മുകുന്ദസേവയാ യദ്വത്തഥാത്മാഥാന്ന ശാമ്യതി സർവം തതിതമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയൗ യാദൃച്ഛികോ മുനി അഹോ ദേവർഷിർധന്യോയം യത്കീർത്തിം ശാർഗധന്വന ഗായന്മാദ്യന്നിതം തന്ത്ര്യാ രമയത്യാതുരം ജഗത്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ വ്യാസനാരദസംവാദേ ഷഷ്ടോധ്യായഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ കഥ ഇതാണ്. അതായത് നാരദമുനി ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഭഗവാൻ മധുരസ്വരത്തിൽ പറഞ്ഞു, അഹോ കഷ്ടം, ഈ ജന്മത്തിൽ നീ എന്നെ ഇങ്ങ് കാണുവാൻ അർഹിക്കുന്നില്ല. കാരണം ദഹിക്കാത്ത മനോമാലിന്യത്തോടുകൂടിയ കുയോഗികൾക്ക് ഞാൻ കാണുവാൻ സാധിക്കാത്തവനാകുന്നു. ഹേ നിർദോഷിൻ, യാതൊരു
ഈ സ്വരൂപം, എൻ്റെ സ്വരൂപം ഒരു പ്രാവശ്യം ദർശിതമായത് നിനക്ക് എന്നിൽ ആഗ്രഹം ജനിക്കുവാൻ വേണ്ടിയാണ്. എന്നിൽ ആഗ്രഹം ജനിച്ച ഭക്തനായ സാധകൻ മനസ്സിലെ വിഷയവാസനകളെ മുഴുവൻ മെല്ലെ മെല്ലെ കൈവെടിയുന്നു. അതായത് ഭഗവത് ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സിലെ മാലിന്യം മെല്ലെ മെല്ലെ അകന്നു പോകുന്നു എന്ന്. കുറഞ്ഞ കാലം കൊണ്ടുണ്ടായ സജ്ജന സേവ കൊണ്ട് നിനക്ക്, അതായത് നാരദന്, എന്നിൽ സുസ്ഥിരമായ, ഭഗവാനിൽ സുസ്ഥിരമായ ബുദ്ധി ഉണ്ടായി. നല്ലതല്ലാത്ത ഈ ശരീരത്തെ വെടിഞ്ഞ് എൻ്റെ പാർഷദനാവുക എന്ന നിലയിലേക്ക് നീ എത്തിച്ചേരും. എന്നിൽ വേരൂന്നിയ ഈ ചിത്തവൃത്തി ഒരിക്കലും തകരുകയില്ല. എൻ്റെ അനുഗ്രഹത്താൽ കൽപ്പാന്തകാലത്തിലും കൂടി ഓർമ്മയും നിൽക്കും. അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതാണെങ്കിലും സ്വതവേ അരൂപമായും എല്ലാറ്റിനെയും നിയന്ത്രിച്ചു വരുന്നതുമായ ആ മഹത്തായുള്ള പരബ്രഹ്മമൂർത്തി ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. തൽകൃപയ്ക്ക് പാത്രീഭവിച്ച, അതായത് ഭഗവാന്റെ കൃപയ്ക്ക് പാത്രീഭവിച്ച ഞാൻ മഹാന്മാരിൽ വെച്ച് മഹത്തരനായിരിക്കുന്ന ഗൂഢാർത്ഥങ്ങളുള്ളവയും മംഗളകരങ്ങളുമായ ഭഗവാന്റെ തിരുനാമങ്ങളെ ലജ്ജവിട്ടവനായി ഉച്ചരിച്ചുകൊണ്ടും കർമ്മങ്ങളെ ഓർമ്മിച്ചുകൊണ്ടും സന്തുഷ്ടനായി, ആഗ്രഹം വിട്ടവനായി, മതം അകന്നവനായി, മത്സരം ഒഴിഞ്ഞവനായി, അന്ത്യകാലത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ഭൂമണ്ഡലമാകെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഹേ ബ്രഹ്മൻ, ഈ വിധം കൃഷ്ണനിൽ അർപ്പിച്ച ബുദ്ധിയോടുകൂടിയവനായും മറ്റൊന്നിലും ആസക്തിയില്ലാത്തവനായും വിശുദ്ധ ചിത്തനായും ഇരിക്കുന്ന എൻ്റെ ഊഴം ആയപ്പോൾ, അതായത് കാലം അടുത്തപ്പോൾ, മിന്നൽ പിണർച്ചാർത്തെന്ന കണക്കെ പെട്ടെന്ന് മൃത്യുദേവത പ്രത്യക്ഷപ്പെട്ടു. ശുദ്ധവും ഭഗവത് സംബന്ധവുമായ ആ ശരീരത്തിലേക്ക്, ഭഗവാൻ പറഞ്ഞു വെച്ച പാർഷദ രൂപത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കവേ പ്രാരബ്ധകർമ്മത്തിൻ്റെ പരിസമാപ്തിയിലെത്തിയ പഞ്ചഭൂതാത്മകമായ പ്രാകൃത ശരീരം താഴെ വീണു. കൽപ്പാവസാനത്തിൽ ഈ ലോകത്തെ ഉപസംഹരിച്ച് പ്രളയസമുദ്രത്തിൻ്റെ ജലത്തിൽ കിടന്നുകൊണ്ടിരുന്ന ശ്രീനാരായണനിൽ ശയിക്കുവാൻ, വിലയിക്കുവാൻ ഉദ്യമിക്കുന്ന ബ്രഹ്മദേവന്റെ ഉള്ളിലേക്ക് നിശ്വാസത്തോടൊപ്പം ഞാൻ കടന്നു. 1000 ചതുർയുഗങ്ങളുടെ പര്യവസാനത്തിൽ എഴുന്നേറ്റ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് ആഗ്രഹിച്ച ബ്രഹ്മാവിൻ്റെ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷിമാരും ഞാനും ജനിച്ചു. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിക്കിലും തടവേൽക്കാത്ത സഞ്ചാരത്തോടു കൂടിയവനായും പിഴവേൽക്കാത്ത ബ്രഹ്മചര്യ വ്രതത്തോടു കൂടിയവനായും ഭവിച്ച് 3 ലോകങ്ങളിലും അകത്തും പുറത്തും ഞാൻ ചുറ്റി നടക്കുന്നു. ഈശ്വരദത്തവും സപ്തസ്വരങ്ങളാകുന്ന ബ്രഹ്മത്താൽ അലങ്കൃതവുമായ ഈ വീണയെ വായിച്ച് ഹരികഥയെ പാടിക്കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു. പ്രിയമായ കീർത്തിയോടുകൂടിയ നിന്തിരുവടി, അതായത് ഭഗവാൻ തൻ്റെ വീര്യങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന എൻ്റെ ഹൃദയത്തിൽ വിളിച്ചു വരുത്തപ്പെട്ടവനെന്ന പോലെ അതിവേഗം ദർശനം പ്രാപിക്കുന്നു. അതായത് ഭഗവത് കഥകളെ പാടിപ്പുകഴ്ത്തുന്ന നാരദൻ്റെ മനസ്സിലേക്ക് അതിവേഗം ഭഗവാൻ തന്നെ എഴുന്നള്ളുന്നു. ഭഗവാനെ കാണാൻ മനസ്സുകൊണ്ട് നാരദന് സാധിക്കുന്നു. വീണ്ടും വീണ്ടും വിഷയാനുഭവങ്ങളുടെ ഇച്ഛ കൊണ്ട്, ആഗ്രഹം കൊണ്ട് വിവശഹൃദയരായിട്ടുള്ളവർക്ക് ഹരികഥകളെ അനുവർണിക്കുക എന്നത് യാതൊന്നാണോ? ഇതൊന്നു മാത്രമേ സംസാര സാഗരത്തെ കടക്കുവാനുള്ള കപ്പലായിട്ട് കാണപ്പെട്ടിട്ടുള്ളൂ. വീണ്ടും വീണ്ടും കാമം, ലോഭം എന്നിവയാൽ കെടുത്തപ്പെട്ട മനസ്സ് ശ്രീഹരിയുടെ ഭജനത്താൽ ഏതു വിധമോ ആ വിധം യമം മുതലായ യോഗമാർഗത്താൽ സാക്ഷാത്തായി ശാന്തി അടയുന്നില്ല. അതായത് യമം തുടങ്ങിയ യോഗമാർഗത്താൽ ശാന്തി അടയാത്തവർ ശ്രീഹരിയുടെ ഭജനത്താൽ കാമം, ലോഭം എന്നിവയാൽ കെടുത്തപ്പെട്ട മനസ്സ് ശാന്തി അടയുന്നു. ഹേ പാപരഹിത അനഘ, അങ്ങയാൽ എന്തൊന്നിനെക്കുറിച്ച് ഞാൻ ചോദിക്കപ്പെട്ടുവോ അതിനെക്കുറിച്ച് ഈ ഉള്ളതെല്ലാം എൻ്റെ ജനനത്തെയും സാധനകളെയും സംബന്ധിച്ച രഹസ്യവും അങ്ങയുടെ മനസ്സംതൃപ്തിക്കുള്ള ഉപായവും പറയപ്പെട്ടു. സർവജ്ഞനായ നാരദ മഹർഷി വേദവ്യാസരോടായി ഇപ്രകാരം സംഭാഷണം ചെയ്ത് യാത്ര പറഞ്ഞ് വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട് സ്വന്തമായി ആവശ്യങ്ങളില്ലായകയാൽ
സ്വതന്ത്രനായിരിക്കുന്ന ആ ദേവർഷി യാത്രയായി. അത്യാശ്ചര്യം, ഈ ദേവർഷി ഭാഗ്യശാലി തന്നെ. എന്തെന്നാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ കീർത്തിയെ വീണക്കമ്പിയിലൂടെ ഗാനം ചെയ്ത് സന്തോഷിച്ചുകൊണ്ട് ദുഃഖപരവശമായ ഈ ലോകത്തെ സന്തോഷിക്കുന്നു. ഇനി ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം പറയാം. കഴിഞ്ഞ അധ്യായത്തിൽ പറയുന്ന വ്യാസനാരദ സംവാദം ഈ അധ്യായത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ശ്രീനാരദൻ തൻ്റെ പൂർവജന്മ വൃത്താന്തത്തെ പൂർവാധ്യായത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആയത് വ്യാസരുടെ ജിജ്ഞാസയാൽ ദേവർഷി ഒന്നുകൂടി വിസ്തരിച്ചു പറഞ്ഞു. ശ്രീനാരദനെ പോലെ മഹാവിഷ്ണുവിൻ്റെ കീർത്തിമഹിമയെ പ്രകീർത്തിക്കുന്ന പ്രവർത്തനം കൊണ്ട് മാത്രമേ വ്യാസമഹർഷിക്ക് ലോകത്തെ അനുഗ്രഹിക്കാനും ആത്മീയമായ പൂർണ്ണ സംതൃപ്തി നേടുവാനും സാധിക്കുകയുള്ളൂ എന്നത് ബോധ്യമായി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ഷഷ്ടോധ്യായ സമാപ്തം. 6-ാം അധ്യായം സമാപിച്ചിരിക്കുന്നു.